നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു മരുഭൂമി യാത്ര പോലെയാണ്. ചിലപ്പോൾ തെളിഞ്ഞ ആകാശമുണ്ടാകും, സുഗമമായ വെയിലുകളുണ്ടാവും. എന്നാൽ പെട്ടെന്നാവാം കടുത്ത വേനലും കൊടുങ്കാറ്റും നമ്മുടെ വെയിൽ തടയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലാരുണ്യത്തിൽ പ്രചരിച്ചിരുന്ന ഒരു കഥയാണ്. ഈ കഥ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും പുഞ്ചിരിയോടെ നേരിടാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് കഥയിലേക്ക് പോയാലോ? പണ്ട് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരു പ്രായമുള്ള വ്യാപാരി ഉണ്ടായിരുന്നു. അറിവും അനുഭവ സമ്പത്തും കൊണ്ട് അദ്ദേഹം നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. തൻ്റെ അവസാനത്തെ വലിയ കച്ചവടത്തിനായി അദ്ദേഹം വിലപിടിപ്പുള്ള വസ്തുക്കളുമായി അയൽ രാജ്യത്തേക്ക് പുറപ്പെട്ടു. കൂടെ 10ഓളം വിശ്വസ്തരായ വേലക്കാരുണ്ടായിരുന്നു. യാത്ര തുടങ്ങി 10ാം ദിവസം വലിയൊരു മണൽക്കാറ്റ് വീശി. ദിക്കറിയാതെ അവർ അലഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു. ചുറ്റും നോക്കിയപ്പോഴെല്ലാം കറുത്ത മണൽ മാത്രം. മണൽ കത്തുകയായിരുന്നു. അത്രയും ചൂടുണ്ടായിരുന്നു. ചെറുപ്പക്കാർ തളർന്നു വീണു. അവർ കരയാൻ തുടങ്ങി. യജമാനനെ, ഞങ്ങൾ ഇവിടെ മരിച്ചു വീഴാൻ പോകുകയാണ്. വിധി ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. എന്നാൽ വൃദ്ധനായ ആ വ്യാപാരി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, മക്കളെ, വിധി നമ്മളെ ഇവിടെ എത്തിച്ചത് ചതിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാനാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ആരും പേടിക്കേണ്ടതില്ല. 2 ദിവസം വെള്ളമില്ലാതെ അവർ നടന്നു. ഒടുവിൽ ദൂരെ വലിയൊരു കരിമ്പാറ കണ്ടു. എല്ലാവരും തണൽ പ്രതീക്ഷിച്ച് അങ്ങോട്ടോടി. പക്ഷേ അവിടെ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിരാശരായി മരണത്തെ കാത്ത് ആ പാറയുടെ തണലിൽ കിടന്നു. ആ സമയത്ത് വ്യാപാരി ഒരു കാഴ്ച കണ്ടു. വലിയ പാറയുടെ ചുവട്ടിലെ ഒരു ചെറിയ വിടവിലൂടെ വരിയായി കുറെ ഉറുമ്പുകൾ വരുന്നു. സാധാരണ ഉറുമ്പുകളല്ല. അവയുടെ വായയിൽ നനവുള്ള എന്തോ വസ്തു ഉണ്ടായിരുന്നു. വ്യാപാരി ചിന്തിച്ചു, ഈ ചുട്ടുപൊയ്ത്ത മരുഭൂമിയിൽ ഇത്രയും ഉറുമ്പുകൾ എവിടെ നിന്ന് വരുന്നു? ഈ പാറയ്ക്കടിയിൽ ഉറവയുണ്ടാവും, തീർച്ചയാണ്. അദ്ദേഹം തൻ്റെ വേലക്കാരെ വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്കൂ, ഈ പാറയുടെ അടിയിൽ ഉറവയുണ്ട്. നമുക്ക് ഇത് മാറ്റണം. അവർക്ക് വിശ്വാസമായില്ല. അത്രയും വലിയ പാറ മാറ്റുക എന്നുള്ളത് അസാധ്യമായിരുന്നു. പക്ഷേ വ്യാപാരി വിട്ടില്ല. അദ്ദേഹം തൻ്റെ കൈകളെ കൊണ്ട് മണൽ മാറ്റി തുടങ്ങി. മണിക്കൂറുകളോളം അവർ ആ കല്ല് മാറ്റാൻ ശ്രമിച്ചു. നഖങ്ങളിൽ നിന്ന് ചോര പൊട്ടി ഒലിച്ചു. ശരീരം തളർന്നു. ഇടയ്ക്ക് അവർ നിർത്തി. പക്ഷേ വ്യാപാരി അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് പലരും തോറ്റു പിന്മാറുന്നത്. നമ്മൾ ആ പാറ മാറ്റുക തന്നെ ചെയ്യും. ഒടുവിൽ എല്ലാവരും ചേർന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ ആ വലിയ കരിമ്പാറ ഒന്ന് നീങ്ങി. അതിനടിയിൽ വലിയൊരു ഗർത്തം. പെട്ടെന്ന് താഴെ നിന്നും തണുത്ത വായു മുകളിലേക്ക് വന്നു. അവർ കുഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് തെളിനീരുള്ള ഒരു വലിയ നീരുറവയാണ്. മരുഭൂമിയുടെ ആഴങ്ങളിൽ തെളിഞ്ഞിരുന്ന ആ വലിയ നിധി അവർ കണ്ടെത്തി. അവരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ കഥ വെറുമൊരു കഥയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ആ പാറക്കല്ലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പാറക്കല്ലുണ്ട്. ചിലർക്കത് കടബാധ്യതയാവാം, ചിലർക്ക് ജോലിയിലെ പ്രതിസന്ധിയാവാം, ചിലർക്ക് തകർന്നു പോയ ബന്ധങ്ങളാവാം. നമ്മൾ ആ പാറയെ നോക്കി കരയുന്നു എന്നതല്ലാതെ അതിനടിയിലെ നീരുറവയെ കാണാൻ ശ്രമിക്കാറില്ല. നമുക്ക് ഇവിടെ നിരീക്ഷിക്കാൻ പലതുമുണ്ട്. ഒന്ന്, നിരീക്ഷണം. ആ വ്യാപാരി ഉറുമ്പുകളെ ശ്രദ്ധിച്ചു. ജീവിതം നമുക്ക് നൽകുന്ന ചെറിയ സൂചനകൾ കാണാൻ നമ്മൾ പഠിക്കണം. 2, വിശ്വാസം. എല്ലാവരും മരണം ഉറപ്പിച്ചപ്പോൾ വ്യാപാരി ജീവിതം സ്വപ്നം കണ്ടു. അദ്ദേഹം മാത്രം പോസിറ്റീവായി അവിടെ ചിന്തിച്ചു. പോസിറ്റീവായി ചിന്തിക്കുക എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു അതിജീവനമാണ്. 3, കഠിനാധ്വാനം. പാറ തനിയെ മാറില്ല. അവർ അത് മാറ്റാൻ ശ്രമിച്ചു. ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടിയേക്കാം.
പക്ഷേ വാതിൽ തുറക്കാൻ നിങ്ങൾ തന്നെ അധ്വാനിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും തളരരുത്. ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്കുള്ള വലിയൊരു അനുഗ്രഹം കാത്തിരിപ്പുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മനോഹര ചിന്തയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.